അധ്യക്ഷൻ കർത്തദാസൻ ശേഷം കൂടി ഏവർക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തു നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. വീണ്ടും നിങ്ങളുടെ മധ്യത്തിൽ വചനവുമായി നിൽപ്പാൻ ദൈവം എനിക്ക് ഒരുക്കിയ വലിയ ഭാഗ്യം ഓർത്ത് ഞാൻ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. നമ്മളൊക്കെ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്കൊക്കെ അപ്പനുണ്ട്, അമ്മയുണ്ട്, മക്കളുണ്ട്, മരുമക്കളുണ്ട്, കൊച്ചുമക്കളുണ്ട്, നമുക്ക് ബന്ധുമിത്രാദികൾ ചർച്ചക്കാരൊക്കെ ഉണ്ട്. ഇവരൊക്കെ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. എന്നാൽ ഇവരൊക്കെ സ്നേഹിക്കുന്നതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്, കണ്ടീഷൻസ് ഉണ്ട്. അവരുടെ സ്നേഹം നമ്മൾ സ്നേഹിക്കുന്നുണ്ട്, രാവിലെ വൈകിട്ടൊക്കെ അവർ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. ചില കണ്ടീഷൻസ് വെച്ചിട്ടുള്ള സ്നേഹമാണ് ഉള്ളത്. എന്നാൽ ആ സ്നേഹത്തിനും എൻ്റെ ഉണ്ട്. അതെന്താ വെച്ചാൽ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് വിട പറഞ്ഞിട്ട് നമ്മൾ പോകുമ്പോൾ ആ സ്നേഹവും അവിടെ കൊണ്ട് നിൽക്കുകയാണ്, അവിടെ കൊണ്ട് തീർന്നു പോകുന്നുണ്ട്. എന്നാൽ നമ്മൾ ഇവിടുന്ന് പോയാലും നമ്മളെ സ്നേഹിക്കുന്ന ഒരു പിതാവുണ്ട്. ഹല്ലേലൂയ. എത്ര പേർ പറയാൻ സാധിക്കും എന്റെ കർത്താവ് എന്നെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ളത്? ഹല്ലേലൂയ. നമ്മൾ എവിടെ ആയിരുന്നാലും, ഏത് ഭൂമിയിലായിരുന്നാലും നമ്മളെ സ്നേഹിക്കുന്ന ഒരു പിതാവുണ്ട്. ഹല്ലേലൂയ. ആ പിതാവിന്റെ സ്നേഹം നമുക്ക് പറഞ്ഞറിയിക്കാൻ ഒക്കുന്നതിനപ്പുറമായിട്ടുള്ള സ്നേഹമാണ്. ആ പിതാവിന്റെ സ്നേഹം ഉള്ളത് കൊണ്ടാണ് ഇന്ന് ഞാനും നിങ്ങളും ഈ ആലയത്തിൽ വന്ന് നമ്മൾ ഒന്നിച്ച് ഇവിടെ ആയിരിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ ഞാൻ ചോദിക്കട്ടെ ദൈവമക്കളെ, നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടോ? നിങ്ങൾ ആ പിതാവിനെ സ്നേഹിക്കുന്നുണ്ടോ? ഒന്ന് ചിന്തിക്കാമോ? നമ്മളെ സ്നേഹിക്കുന്ന പിതാവിനെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ? എത്രത്തോളം ആ സ്നേഹത്തിന് വാല്യൂ ഉണ്ട്, എത്രത്തോളം ആ സ്നേഹത്തിന് നമ്മൾ ഇത് കൊടുക്കുന്നുണ്ടെന്ന് നമുക്ക് നോക്കാമോ? ഹല്ലേലൂയ. ഒന്ന് വായിക്കാമോ? 1 യോഹന്നാന്റെ പുസ്തകം അതിന്റെ 4:10 ഒന്ന് വായിക്കാമോ? 1 യോഹന്നാൻ 4:10. ഹല്ലേലൂയ. അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? അതിന്റെ തുടക്കം, നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ചു എന്നാണ് കാണുന്നത്. ഹല്ലേലൂയ. നമ്മൾ സ്നേഹിച്ചിട്ടാണ് നമ്മൾ സ്നേഹിക്കുന്നത്? അല്ല, നമ്മൾ ഒരിക്കലും നമ്മൾ സ്നേഹിച്ചിട്ടില്ല. ആ പിതാവിനെ നമ്മൾ സ്നേഹിച്ചിട്ടില്ല. പകരം ആ പിതാവ് നമ്മെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് സ്നേഹിച്ചത്? തന്റെ പുത്രൻ നമ്മുടെ പാവങ്ങൾ പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് സാക്ഷാൽ സ്നേഹമാകുന്നു. ഹല്ലേലൂയ. നമ്മുടെ പാപങ്ങൾ ഏറ്റിട്ടാണ് ആ പുത്രൻ ആ ക്രൂശിൽ യാഗമായത്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ഇവിടെ ആയിരിക്കും, നമ്മളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ ദൈവം നമ്മളെ സ്നേഹിച്ചത് എങ്ങനെയാണ് എന്നാണ് എന്റെ മക്കളെ തിരിഞ്ഞു നോക്കേണ്ട കാലമായിരിക്കുന്നു. ഹല്ലേലൂയ. ആ സ്നേഹം, നമ്മൾ ദൈവത്തിന്റെ സ്നേഹം മനസ്സിലാക്കേണ്ട നാളുകളായിരിക്കുന്നു. ഹല്ലേലൂയ. റോമൻസ് 8:28 ഒന്ന് വായിക്കാമോ? ഹല്ലേലൂയ. എങ്ങനെയാണ് നമുക്ക് വേണ്ടി കൂടി വ്യാപരിക്കുന്നത്? എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്ന നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ എങ്ങനെയാണ് നമ്മൾ വിളിക്കപ്പെടേണ്ടത്? ഹല്ലേലൂയ. വളരെ പോസിറ്റീവായി, വളരെ ഇതായി നമ്മൾ ദൈവത്തോട് നമ്മൾ സ്നേഹിക്കേണ്ടതായിട്ട് കാലഘട്ടമായത്. ഹല്ലേലൂയ. എന്നാൽ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഹല്ലേലൂയ. ചെറിയതായിട്ടൊന്നും അല്ല ദൈവം നമുക്ക് വേണ്ടി തരുന്നത്. നമ്മൾ വിളിക്കപ്പെടുമ്പോൾ, ഹല്ലേലൂയ, ദൈവത്തെ സ്നേഹിക്കുമ്പോൾ, ദൈവത്തിന് വേണ്ടി ഒന്ന് കൊടുക്കുക, നമ്മളൊന്ന് ഒരുങ്ങുകയാണെങ്കിൽ നമ്മളെ ദൈവം സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത്. ഈ നാളുകളിൽ നമ്മുടെ സ്നേഹത്തിന് വലിയൊരു വാല്യൂ ഉണ്ട്. ഹല്ലേലൂയ. നമ്മളെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ സ്നേഹത്തിനാണ് ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ളത്. ഇന്ന് നമ്മുടെ സ്നേഹമൊക്കെ നമ്മൾ പറയും, ഞാൻ അത്രയും സ്നേഹിച്ചതല്ലയോ, ഞാൻ അത്രത്തോളം നിന്നെ സ്നേഹിക്കുന്നില്ലയോ, എന്തുകൊണ്ട് നീ എന്നെ സ്നേഹിക്കുന്നില്ല എന്ന് പറയും. എന്നാൽ അതിനേക്കാളൊക്കെ വാല്യൂ ആയിട്ടുള്ള വലിയ 100% നമ്മളെ ദൈവം നമ്മളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. നമുക്ക് കാണാം, പിതാവിന്റെ സ്നേഹം ഒന്ന് തിരിച്ചറിയേണ്ട കാലഘട്ടമാണ്. പിതാവിനെ ഒന്ന് സ്നേഹിക്കേണ്ട നാളുകളാണ്. ഹല്ലേലൂയ. ആ പിതാവിന്റേക്ക് നമ്മൾ അടുത്തെങ്കിൽ മാത്രമേ ആ സ്നേഹം കുറച്ചുകൂടി നമുക്കത് വളരെ ടേസ്റ്റോടെ നമുക്ക് രുചിക്കാൻ ഒക്കത്തുള്ളൂ. ഹല്ലേലൂയ. ഇപ്പൊ രുചിക്കുന്നതിനെക്കാട്ടിൽ അതിനെക്കാട്ടിൽ ഉപരിയായിട്ട് ആ പിതാവിനോട് അടുക്കുമ്പോൾ ആ സ്നേഹത്തിന് ടേസ്റ്റ് കൂടാൻ സാധിക്കുക. നമ്മളെ അപ്പൻ സ്നേഹിക്കുന്നുണ്ട്. ആ അപ്പൻ നമ്മുടെ ഭൂമിയിലുള്ളതായിരിക്കും, നമ്മുടെ അപ്പൻ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. അപ്പൻ സ്നേഹിക്കുന്നതിന് ചെറിയ ടേസ്റ്റ് വ്യത്യാസം കാണും. 2 മക്കൾ 3 മക്കളൊക്കെ കാണുന്ന ഭവനത്തില് 3 പേർക്ക് ഷെയർ ചെയ്തിട്ടാണ് സ്നേഹിക്കുന്നത്. എന്നാൽ ഇത്രയും മക്കളെല്ലോ സ്നേഹിക്കുന്ന ഒരു പിതാവിന് ഒരു ഷെയറിംഗ് ഇല്ല. അവിടെ ലിമിറ്റേഷൻസ് ഇല്ല, അവിടെ കണ്ടീഷൻസ് വെക്കാതെയാണ് നമ്മൾ സ്നേഹിക്കുന്നത്. പലപ്പോഴും നമ്മൾ പുറത്തു പറയുന്നവരായി മാറാറുണ്ട്, പലപ്പോഴും നമ്മൾ തിരിഞ്ഞു സംസാരിക്കുന്നവരായി മാറാറുണ്ട്. എങ്കിൽ പോലും നമ്മുടെ ഭൂമിയിൽ അപ്പൻ നമ്മളെ ഒരു മൈൻഡ് വ്യത്യാസം വന്ന് ചേഞ്ച് വെച്ച് ഫേസ് ചേഞ്ച് ചെയ്ത് സംസാരിക്കുമ്പോൾ നമ്മളെ സ്നേഹിക്കുന്ന ഒരു പിതാവ് എത്ര മറുത്തു പറഞ്ഞാലും, എത്ര എങ്ങനെ പറഞ്ഞെന്ന് പറയാലും നമ്മളെ സ്നേഹിക്കുന്ന എന്റെ ഒരു വ്യത്യാസമോ ഒരു മുഖപക്ഷവും കൂടാതെ നമ്മളെ സ്നേഹിക്കുന്ന ഒരു പിതാവുണ്ട്. ഹല്ലേലൂയ. മത്തായി 22:37 കാണുവാൻ സാധിക്കുന്നുണ്ട്. മത്തായി 22:37. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും
പൂർണ്ണാത്മാവോട് പൂർണ്ണ മനസ്സോട് കൂടെ സ്നേഹിക്കണം. ഹല്ലേലൂയ. അവിടെ കാണാൻ സാധിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ കർത്താവിനെ സ്നേഹിക്കേണ്ടത്? പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെയാണ് സ്നേഹിക്കേണ്ടത്. ഹാഫ് മൈൻഡ് വെച്ചിട്ടല്ല നമ്മൾ നമ്മുടെ കർത്താവിനെ സ്നേഹിക്കേണ്ടത്. ഹല്ലേലൂയ. ഈ നാളുകളിൽ ഹാഫ് മൈൻഡിലുള്ള ഓട്ടമാണ് ഇന്ന് നാളുകളിലെല്ലാം ഓടിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. പകുതി അവിടെ പകുതി ഇവിടെ എന്നുള്ളതാണ്. അതല്ല നമുക്ക് വേണ്ട. ഒരു ക്രിസ്ത്യ ഭക്തനെ സംബന്ധിച്ചിടത്തോളം, ഒരു ദൈവഭക്തനെ സംബന്ധിച്ചിടത്തോളം അവന് വേണ്ടത് പൂർണ്ണ ഹൃദയത്തോട് പൂർണ്ണാത്മാവിനോട് പൂർണ്ണ മനസ്സോടുകൂടിയുള്ള ഒരു സ്നേഹമാണ് നമുക്ക് ആവശ്യം. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മുടെ സ്നേഹത്തിന് നമ്മൾ വാല്യൂ വിടല്ല. അല്ലെ, നമ്മുടെ പിതാവിന്റെ സ്നേഹത്തിന് വാല്യൂ ഇല്ല എങ്കിൽ നമ്മുടെ സ്നേഹം പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും വേണം ദൈവത്തെ ആരാധിക്കാൻ. റോമർ 8:38-39 വായിക്കാമോ? റോമർ 8:38-39. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്നും നമ്മെ വേർതിരിക്കാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ആർക്കും തന്നെ വേർപിരിക്കാൻ സാധിക്കത്തില്ല. അവിടെ കൊടുത്തിട്ട് മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിൽ നിന്ന് ആഴത്തിൽ നിന്ന് മറ്റ് യാതൊരു സൃഷ്ടിക്കും നമ്മുടെ സ്നേഹത്തിന് എന്താണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മളെ മറിച്ചു മാറ്റുവാൻ ഒക്കത്തില്ല. ഹല്ലേലൂയ. പറയാം, നമ്മുടെ സ്നേഹത്തിന് നമുക്ക് വേണ്ട, എനിക്ക് വേണ്ട കർത്താവെയൊക്കെ തള്ളി പറയാം. എന്നാൽ പോലും ആ തള്ളി പറഞ്ഞാൽ പോലും നമ്മളെ സ്നേഹിക്കുന്ന ഒരു പിതാവുണ്ട്. ഹല്ലേലൂയ. എത്ര പേർക്ക് രാത്രിയിൽ പറയാൻ സാധിക്കും, എന്റെ കർത്താവിനെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ഒരു തീരുമാനം എടുക്കാമോ? ഹല്ലേലൂയ. പിതാവേ, അങ്ങേ ഞാൻ സ്നേഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. പിതാവേ, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. എന്നെ ഇതുവരെ ഞാൻ ഇതുവരെ സ്നേഹിച്ചിട്ടില്ല. അപ്പ അങ്ങ് സ്നേഹിച്ചതായ എന്നെ അങ്ങ് എന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കുമല്ലയോ? എന്നെ സ്നേഹിച്ചിട്ടില്ല, ഞാൻ ഇന്ന് മുതൽ അങ്ങ് സ്നേഹിച്ചോളാമെന്ന് ഒരു തീരുമാനം എടുക്കാമോ? ഹല്ലേലൂയ. ഇനി ഞാനെ വിട്ടു പോകുന്നതിന് മുമ്പായിട്ട് ഒരു തീരുമാനം എടുക്കാമോ? പിതാവേ, ഞാൻ നിന്നെ സ്നേഹിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇതുവരെ എന്നെ സ്നേഹിച്ചില്ലയോ? എനിക്ക് വേണ്ട നന്മകളൊക്കെ തന്ന് എന്നെ സ്നേഹിച്ചില്ലേ? അപ്പാ ഞാൻ എന്നെ തന്നെ ഒന്ന് താഴ്ത്തി സമർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ആ സ്നേഹത്തിന് മുന്നിൽ ഞാൻ അങ്ങനെ തന്നെ ഒന്ന് സമർപ്പിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. യോഹന്നാൻ 14:21 വായിക്കാമോ? യോഹന്നാൻ 14:21. എന്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു. എന്നെ സ്നേഹിക്കുന്നവനോ എന്റെ പിതാവ് സ്നേഹിക്കുന്നു. ഞാനും അവനെ സ്നേഹിച്ച് അവനെ എന്നെ തന്നെ വെളിപ്പെടുത്തും. ഹല്ലേലൂയ. എന്റെ കൽപ്പനകളെ വെച്ച് പ്രമാണിക്കുന്നവനെ സ്നേഹിക്കും. നമ്മളെല്ലാവരും കൽപ്പന പ്രമാണിച്ചവരാ. ഹല്ലേലൂയ. ആ കൽപ്പന പ്രമാണിച്ച ഒരു ദൈവപൈതലിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല, സ്നേഹിക്കാതിരിക്കാൻ ഒക്കത്തില്ല. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് നമ്മൾ കൽപ്പന പ്രമാണിച്ചത്? ഹല്ലേലൂയ. നമ്മളെ ദൈവം സ്നേഹിക്കുന്നത് കൊണ്ടല്ലേ നമ്മൾ കൽപ്പന പ്രമാണിച്ചത്? ഹല്ലേലൂയ. ആ കൽപ്പന പ്രമാണിച്ചെങ്കിൽ നമുക്ക് സ്നേഹിക്കേണ്ടതായിട്ടായിരിക്കും. ആ പിതാവിന്റെ സ്നേഹം കാണാതിരിക്കാൻ ഒപ്പില്ല നമുക്ക്. ഹല്ലേലൂയ. ഈ പിതാവിനെ ഒന്ന് സ്നേഹിക്കാമോ? അതിന്റെ 23 വായിക്കാം. 14:23. യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും. എന്റെ പിതാവ് അവനെ സ്നേഹിക്കും. ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വാസിക്കും. ഹല്ലേലൂയ. യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും. ഹല്ലേലൂയ. ഈ നാളുകളിൽ വചനവും പ്രമാണിക്കേണ്ട കാലഘട്ടത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. ഹല്ലേലൂയ. ആ പിതാവിന്റെ സ്നേഹം അനുഭവിച്ച് നമുക്ക് ആ പിതാവിനെ സ്നേഹിക്കുമ്പോൾ ആ വചനം പ്രമാണിക്കുകയാണെങ്കിൽ ആ പിതാവിലേക്ക്, ആ സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ നമുക്ക് സാധിക്കും. ഹല്ലേലൂയ. എന്റെ പിതാവിനെ സ്നേഹിക്കും, ഞാൻ അവന്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വാസം ചെയ്യാൻ എത്ര പേർ തയ്യാറാണ് ആ വാസത്തിന് വേണ്ടി ഒന്ന് ഒരുങ്ങുവാൻ? ഹല്ലേലൂയ. എത്ര പേർ ഇന്ന് ഒരുക്കമാണ് ആ വാസത്തിന് വേണ്ടി ഒന്ന് ഒരുങ്ങുവാൻ? ഹല്ലേലൂയ. ഈ നല്ല ഒരു ഓട്ടം തികച്ച് ആ സ്നേഹിച്ച് നമ്മെ സ്നേഹിച്ച പിതാവിന്റെ കൂടെ ഒരു വാസമുണ്ട്. ഹല്ലേലൂയ. എത്ര പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു വാസമുണ്ട്. വീതി സ്വച്ഛ സ്ഫടിക തങ്ക തുല്യ നിർമ്മിതമായി ഉയർന്നു നിൽക്കുന്ന ആ പട്ടണത്തിൽ പോയി ആ പിതാവിന്റെ കൂടെ ഒരു വാസത്തിന് വേണ്ടി ഒന്ന് ഒരുങ്ങണമെങ്കിൽ നമ്മൾ ആ പിതാവിനെ സ്നേഹിച്ചെങ്കിൽ മാത്രമേ ഒക്കുകയുള്ളൂ. ഹല്ലേലൂയ. നമ്മൾ പറയാൻ സാധിക്കും, ഞാൻ എന്റെ അപ്പനെ സ്നേഹിക്കുന്നുണ്ട്, അമ്മയെ സ്നേഹിക്കുന്നുണ്ട്, ഭാര്യയെ സ്നേഹിക്കുന്നുണ്ട്, എന്റെ കൂട്ടുകാരെ സഹോദരൊക്കെ സ്നേഹിക്കുന്നുണ്ട്, എന്റെ സഭയിലെ വിശ്വാസികളൊക്കെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്. അതൊക്കെ ഒരു സ്നേഹം, ഒരു സൈഡ് മാത്രമേ ആവുന്നുള്ളൂ. നീ ഇന്ന് വാസം ചെയ്യണമെങ്കിൽ ആ പിതാവിനെ ഒന്ന് സ്നേഹിക്കെങ്കിൽ മാത്രമേ ആ വിശ്വാസം സാധ്യമാകുകയുള്ളൂ. ഹല്ലേലൂയ. അതിന്റെ യോഹന്നാൻ 14:24 വായിക്കാമോ? എന്നെ സ്നേഹിക്കാത്തവൻ എന്റെ വചനം പ്രമാണിക്കുന്നില്ല. നിങ്ങൾ കേൾക്കുന്ന വചനം എന്റേതല്ല, എന്നെ അയച്ച പിതാവിന്റെ അത്രയും ഉത്തരം പറഞ്ഞു. ഹല്ലേലൂയ. എന്നെ സ്നേഹിക്കാത്തവൻ എന്റെ വചനം പ്രമാണിക്കുന്നില്ല. ഹല്ലേലൂയ. ലോകപരമായി നോക്കുകയാണെങ്കിൽ അവർക്ക് എങ്ങനെ വേണേലും ആയിരിക്കാം, എങ്ങനെ വേണേലും പോകാം. എന്നാ ആ പ്രമാണങ്ങളെ അനുസരിച്ച് ആ കൽപ്പന പ്രാപിച്ച ദൈവമക്കളാണ് നമ്മളെങ്കിൽ ആ സ്നേഹിക്കേണ്ട നമ്മൾ വാസ്തവമായി നമ്മളെ സ്നേഹിക്കാൻ വേണ്ടി ഒരു ഉറപ്പ് കൊടുക്കുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ സ്നേഹം നമ്മുടെ ആ പിതാവിന്മേലായിരിക്കണം. ഹല്ലേലൂയ. ഇന്നിവിടെ ആയിരിക്കുന്നവർ, ഇന്നിവിടെ ഈ ലോകത്ത് എവിടെ ആയിരുന്നാലും നമ്മൾ ആ പിതാവിന്റെ ഉള്ള സ്നേഹത്തിലായിരിക്കണം. ഹല്ലേലൂയ. നമുക്ക് ഒരുങ്ങേണ്ട കാലഘട്ടമാണ്. ലോകം അതിന്റെ അന്ത്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന
കാലയളവില് പലരും വിളിച്ചു പറയുന്നുണ്ട്, ഇത് കഴിഞ്ഞു, എൻഡ് ഓഫ് ദി ഡേ ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഏത് മിനിറ്റ് വേണേലും തകർന്നു പോവാ, ഏത് സെക്കൻഡിൽ വേണേലും തകർന്നു പോവാ. അതിന്റെ പിതാവിനുള്ള സ്നേഹം എന്നെ ഒന്ന് ഒരുക്കണമേ അപ്പ. ഇന്ന് രാത്രിയിൽ ഒരു പ്രാർത്ഥനിക്കാമോ? ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമുക്കൊന്ന് ഒരുക്കാമോ? എന്റെ പിതാവിന് വേണ്ടിയുള്ള സ്നേഹത്തിന് വേണ്ടി എന്നെ ഒന്ന് ഒരുക്കണേ അപ്പ. അപ്പൊ അന്ന് എന്നെ സ്നേഹിച്ചതല്ലേ, അങ്ങനെ ആയി ഞാൻ എന്നെ തന്നെ ഒരുക്കുന്നു. ഹല്ലേലൂയ. യോബ് പറഞ്ഞതിന്റെ കൂട്ട് ആരൊക്കെ തള്ളി പറയട്ടെ, ആരൊക്കെ തള്ളി പറഞ്ഞാലും യോബിനോട് പറഞ്ഞാണ്, സ്വന്തം ഭാര്യ പറഞ്ഞ് തള്ളിക്കള. ആ യേശുവിന്റെ സ്നേഹത്തെ, ആ ദൈവത്തിന്റെ സ്നേഹത്തിന് മുന്നിലാണ് യോബ് ആയിത്തീർന്നത്. ഹല്ലേലൂയ. നമുക്ക് ഒന്ന് ആയിത്തീരാമോ? ഹല്ലേലൂയ. ആരൊക്കെ തള്ളി പറയട്ടെ, നിങ്ങളെ ചോർച്ചക്കാർ മാറ്റി നിർത്തട്ടെ, കൂട്ടുകാർ മാറ്റി നിർത്തട്ടെ, സ്വന്തം ബന്ധുക്കളൊക്കെ നിങ്ങളെ തള്ളിക്കളയട്ടെ, നിങ്ങളെ തള്ളിക്കളയാതെ സ്നേഹിക്കുന്ന, മാറോട് ചേർത്ത് സ്നേഹിക്കുന്ന ഒരു പിതാവുണ്ട്. ഹല്ലേലൂയ. ആ നല്ല പൊരുതി ഓട്ടം തികച്ച് ആ വീതി സ്വച്ഛമായ ഒരു പട്ടണത്തിലേക്ക് പോവാൻ, നമുക്ക് ഒന്നിച്ചൊന്ന് വാസം ചെയ്യുവാൻ ഈ നാളുകളിൽ നമുക്കൊന്ന് ഒരുങ്ങാം. നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന പട്ടണത്തിൽ പോയി ആ പിതാവിനോട് വാസം ചെയ്യണേ, നമുക്കൊന്ന് സ്നേഹിക്കാമോ? ഹല്ലേലൂയ. ഈ നാടുകളിൽ ഒന്ന് സ്നേഹിച്ചാട്ടെ, ആ പിതാവിന്റെ സ്നേഹം ഒന്ന് തിരിച്ചറിഞ്ഞാട്ടെ, നമുക്ക് ഒരുങ്ങാം. ഈ വചനങ്ങളാ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.